എൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്കും അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക വാഗ്ദത്ത സന്ദേശങ്ങളാണ്. അത് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ മേൽ നിവർത്തിക്കാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അതൊരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. എന്തൊക്കെ മാറി മറിഞ്ഞാലും, ആരൊക്കെ തടുത്തു മാറ്റിയാലും, ആരൊക്കെ ഇതിനെതിരായിട്ട് നിന്നാലും ദൈവം ഒരു വാഗ്ദത്തം, പ്രിയ സഹോദര സഹോദരി, കൂടപ്പിറപ്പെ, അഭിഷിക്തന്മാരെ, നിങ്ങളോട് ദൈവം അറിയിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മേൽ നിങ്ങൾ വിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഏത് പ്രതികൂലത്തിന്റെ നടുവിലൂടെ നിങ്ങൾ കടന്നു പോയാലും ആ പ്രതികൂലത്തെ കവിയുന്ന ദൈവിക സാന്നിധ്യം നിങ്ങളെ പൊതിയുക തന്നെ ചെയ്യും. ആ വാഗ്ദത്തം ദൈവം നിങ്ങളിലൂടെ നിവർത്തിക്കുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രവചിച്ചുകൊണ്ടും എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിൻ. ഇപ്പോഴേ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഇവിടെ ഇതാ തുടക്കം യാക്കോബിന് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണ്. 2 തലങ്ങൾ ആ ആദ്യവാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോഴും യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും. കണ്ടോ, ഒന്ന് യാക്കോബിനെ ആ യാക്കോബ് എന്ന പേര് വിളിച്ച് പറയുകയാണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചതാണ്. അടുത്ത വാക്യം, ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ. കണ്ടോ, ഒന്ന് ദൈവം സൃഷ്ടിച്ച യാക്കോബ്, 2 യാബോക്കിന്റെ കടപ്പുറത്ത് വെച്ച് സകല ജഡത്തിന്റെ ചിന്തകളെയും നശിപ്പിച്ച് മല്ലുപിടിച്ചു ജയിച്ചു കയറിയവനെ വിളിച്ചത് നീ ഇനി യാക്കോബല്ല, നീ ഇനി ഇസ്രായേലാണ് എന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചവനെ ദൈവം തന്നെ ഒന്നുകൂടി രൂപപ്പെടുത്തി നിർമ്മിച്ച് അവനെ ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമാക്കി മാറ്റി. ഇവിടെ അതാ തുടക്കവാക്യം. ഇപ്പോഴേ യാക്കോബെ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവയുടെ അരുളപ്പാട്. ദൈവം ഒരു വാഗ്ദത്തം യാക്കോബിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. ആ വാഗ്ദത്തം നിവർത്തിക്കുവാൻ ദൈവം സർവശക്തനാണ്. അതിനുവേണ്ടി യാക്കോബിനെ ദൈവം പണിതെടുക്കുവാൻ തയ്യാറായി. ആ പണിയപ്പെടുവാൻ വേണ്ടി ആ പണി സമ്പൂർണ്ണമായി നിവർത്തിക്കുവാൻ വേണ്ടി യാക്കോബ് ദൈവത്തിൽ സമർപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരു വാഗ്ദത്തം ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തത്തിന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു ജീവിതവും ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ജീവിതവും ഒരു ഹൃദയവും ഒരു മനസ്സും ഒരു ജീവിതവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഈ ദിവസങ്ങൾ നിവർത്തിക്കുന്നത് കാണുവാനിടയായിത്തീരും. ഇവിടെ യാബോക്കിന്റെ കടപ്പുറത്ത് യാക്കോബിന്റെ ചരിത്രം പഠിച്ചാൽ വളരെ വ്യക്തമായി അറിയാം. അപ്പനെയും സഹോദരനെയും പറ്റിച്ച് അമ്മാവന്റെ വീട്ടിലേക്ക് ചെന്ന് അവിടെയും പറ്റിച്ച് അങ്ങനെ മൊത്തത്തിൽ ഉപായി എന്ന പേർ വിളിക്കപ്പെടുവാൻ തക്ക നിലവാരത്തിൽ യാക്കോബ് അവന്റെ ജീവിതം മാറ്റിമറിച്ചപ്പോൾ ഇവിടെ യാബോക്കിന്റെ കടപ്പുറത്ത് വെച്ച് ദൈവം അവനെ നിർമ്മിക്കുകയാണ്. എന്തിന്? അവന് ദൈവത്തിന് കൊള്ളാകുന്ന ഒരു പാത്രമായി മാറ്റുവാൻ. അതിനുവേണ്ടി യാക്കോബ് ദൈവത്തിന്റെ മുമ്പിൽ പണിയപ്പെടുവാൻ സമർപ്പിച്ചു കൊടുത്തു. നിന്നെ തകർത്തിട്ടാണ് ദൈവം പണി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം തകർക്കാത്ത ഒരു സംവിധാനത്തിലും ദൈവത്തിന് പണിയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പറയണം, ദൈവമേ, എന്നെ നീ ഒന്ന് തകർത്തിട്ട് ഒന്ന് പണിയണമേ എന്ന് പറയുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലയും തകർത്തിട്ട് ദൈവം പണിതെടുക്കും. അതാ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ദൈവിക വാഗ്ദത്തം ത്തിന്റെ നിവൃത്തീകരണം. ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരും പേർ ചൊല്ലി വിളിച്ചിട്ടുണ്ട്. മറന്നു പോകരുത് സഹോദര സഹോദരി. എന്നിട്ട് പറയുക, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ, നീ തീയിൽ കൂടി കടക്കുമ്പോൾ അതൊന്നും നിന്നെ എന്ത് ചെയ്യത്തില്ല, കവിയുകയുമില്ല. അതൊന്നും നിന്നെ ഒന്നുമായി ബാധിക്കുകയില്ല. ദൈവം നമുക്ക് രക്ഷകനായി നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വാഗ്ദത്തം നമ്മുടെ മേൽ ദൈവം ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ
ആമേൻ വെള്ളത്തിലൂടെയുള്ള അവസ്ഥകൾ, നദിയിലൂടെ അവസ്ഥകൾ, ആമേൻ തീയിലൂടെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ ഓവർകം ചെയ്യുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആമേൻ പണിതെടുത്ത ഇസ്രായേലിനെ പോലെ യാബോക്കിന്റെ കടപ്പുറത്തിൽ സമർപ്പിക്കപ്പെടുവാൻ, തകർക്കപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പാത്രമായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തം നിങ്ങൾ ഈ ദിവസങ്ങൾ കണ്ടിരിക്കും. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you.